500 രൂപയുടെ നോട്ടുകൾ എടിഎമ്മുകളിൽ നിന്ന് പിൻവലിക്കുന്നു. ഇത് സത്യമാണോ? ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കറൻസി നോട്ടാണ് 500 രൂപയുടേത്. മുമ്പ് ഇത് 2000 രൂപയായിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ പിന്നീട് ഈ നോട്ട് പിൻവലിച്ചിരുന്നു. ഇപ്പോഴിതാ സമാനമായ മറ്റൊരു നീക്കം കൂടി നടക്കുന്നുവെന്നാണ് പ്രചരിക്കുന്നത്. 500 രൂപയുടെ നോട്ടിനെ കുറിച്ചാണ് പ്രചാരണം. 2026 മാർച്ച് മാസത്തോടെ എടിഎമ്മുകളിൽ നിന്ന് 500 രൂപയുടെ നോട്ട് ലഭിക്കില്ല എന്നാണ് പ്രചാരണം. രാജ്യത്തെ എടിഎമ്മുകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി 500ന്റെ നോട്ട് വിതരണം ചെയ്യുന്നത് നിർത്തലാക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയെന്നാണ് പ്രചരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും വാട്സപ്പിലും ഈ സന്ദേശം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. 2026 മാർച്ചിന് ശേഷം എടിഎമ്മുകളിൽ നിന്ന് 100, 200 നോട്ടുകളുടെ കറൻസി മാത്രമേ ലഭിക്കുകയുള്ളൂവെന്നും സന്ദേശങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ചില വ്യക്തികൾ വീഡിയോ സന്ദേശത്തിലും ഇക്കാര്യം പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റായ വാർത്തയാണെന്നാണ് ഫാക്ട് ചെക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല. RBIയുടെ വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നത് എന്നത് ദേശീയ മാധ്യമങ്ങളിലെ ഫാക്ട് ചെക്ക് വിഭാഗങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കറൻസി നോട്ടുകളുമായി ബന്ധപ്പെട്ട ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിയമപരമായ കുറ്റകരമാണ്. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ച് പ്രായമായവരിൽ നിന്നുൾപ്പെടെ പണം തട്ടാനുള്ള നീക്കം പോലും നിരവധിയായി മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രചാരണങ്ങളിൽ വിശ്വസിക്കുന്നതിന് മുൻപ് RBI വെബ്സൈറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ ബാങ്കുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്.